ഓണം ഇങ്ങെത്തിയല്ലേ, എന്തെങ്കിലും പായസം ഉണ്ടാക്കണം എന്നാ ഉണ്ടാക്കാൻ നല്ല മടിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു പായസമുണ്ട്. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ പണ്ടുണ്ടായിരുന്ന സാധനമാണ്, ഇപ്പോൾ അത് കേരളത്തിൽ ഭയങ്കര ഫേമസ് ആയി പ്രാവശ്യം. അതിനുവേണ്ടി ഞാൻ ഒരു ലഡു എടുത്തേക്കുന്നത്, നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ലഡു. 1.25 കപ്പ് പാല് തിളപ്പിച്ച് വെച്ചോട്ടെ, രണ്ടും കൂടെ ചേർത്താണ് വെച്ചത്. പിന്നെ കുറച്ച് എണ്ണയിൽ നട്ട്സും റൈസിൻസും വറുത്ത് മാറ്റി. സെയിം തവയിലോട്ട് തന്നെ ഞാൻ ആ ഒരു ലഡു എടുത്തിട്ട്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലഡു തന്നെ, അത് ഞാനൊന്ന് പൊടിച്ച് ഇട്ടു. ഒരു പൊടിക്കിന് മാറ്റി വയ്ക്കുന്നുണ്ട് മുകളിൽ ഡെക്കറേഷന് വേണ്ടി. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലും കൂടെ ഒഴിച്ചു. ഒരുപാട് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുറുകാൻ പാടാം. അതുകൊണ്ട് ഒരു കപ്പ് അല്ലെ 1.25 കപ്പ് മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1.5 ആയാൽ മതി. ഇതൊരു 2 പേർക്ക് കുടിക്കാനുള്ളതുണ്ട്. ഞാൻ എപ്പോഴും പായസം ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഫ്രിഡ്ജിൽ ഓണക്കാലത്ത് ഇങ്ങനെ ചൗരി വേവിച്ചിട്ട് വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചിട്ടു. ഇതാണ് അതൊന്ന് കുറുകാൻ വേണ്ടി ഇടുന്നത്. അത് നമുക്ക് എത്രത്തോളം കുറുകി വരണോ അതിനനുസരിച്ച് നമ്മളിട്ടത് ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഇങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചിടാം. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടു. അതും കൂടി ഇട്ട് ഇളക്കിയെടുത്ത് പായസം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു പിഞ്ച് സാഫ്രൺ, ഒരു പിഞ്ച് സോൾട്ട് അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കാഷ്നട്ടും കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് ചൂടോട് വിളമ്പം. ഇച്ചിരി ഇരിക്കുമ്പം കുറച്ച് കുറുകുന്നുണ്ട്. തണുപ്പിച്ച് കുടിച്ചാൽ എങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണമെന്നുണ്ട്, പക്ഷെ വീഡിയോ താമസിക്കും. അതുകൊണ്ട് ഞാൻ അതിന് പരീക്ഷിക്കുന്നില്ല. നേരെ ഞാൻ ചൂടോട് കുടിച്ചു നോക്കി. ഒരു ലഡു മതി. ഈ ക്വാണ്ടിറ്റി മിൽക്ക് ഒഴിക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. പാൽ ഒരുപാട് ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും ലഡു ഇടണം, നല്ല മധുരം കിട്ടത്തുള്ളൂ കേട്ടോ. പായസം റെഡി ആയിട്ടുണ്ട്. എൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ബൂന്തിയും ഇച്ചിരി സാഫ്രനും കൂടി ഇട്ട് കേട്ടോ. ശരിക്കും നമ്മൾ പായസം ഉണ്ടാക്കാൻ മടിച്ചിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ അയ്യോ ഒത്തിരി ക്വാണ്ടിറ്റി ആവുമല്ലോ ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ലഡു, 1 കപ്പ് പാല്, 1 ടീസ്പൂൺ നെയ്യ്. തിരുവോണത്തേരിലേറി പൊൻകണിയാ